പലപ്പോഴും കരാട്ടെ, കുൻഫു എന്നുള്ള കായിക കലകളെ പരിചയപ്പെടുത്തേണ്ടി വരുമ്പോൾ പലപ്പോഴും ആളുകൾ ആയോധന കല എന്ന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് അത് ആയോധന കല എന്ന വാക്ക് അതിന് യോജിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? കരാട്ടെ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒഴിഞ്ഞ കൈ എന്നാണ്. അത് ആയുധം ഉപയോഗിക്കുന്നില്ല, ഒഴിഞ്ഞ കൈയാണ് അവിടെ പ്രധാനം. കുൻഫൂൽ അങ്ങനെ തന്നെയാണ്. പിന്നെന്താണ് അതിനെ ആയോധന കല എന്ന് വിളിക്കുന്നത്? ആ വിളിക്കുന്നത് തെറ്റല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ആയുധം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്നത്, ഇരുമ്പിൻ്റെ പേരാണ് അയുസ്. അയുസ് കൊണ്ടുണ്ടാക്കുന്നതാണ് ആയുധം. അയുസ് കൊണ്ടുണ്ടാക്കുന്ന യുസ് കൃത്യമായിട്ട് ഐസ് എന്ന് തെറ്റിയിരിക്കാതിരിക്കാൻ ഞാൻ പറയുന്നത് കൊണ്ടുണ്ടാക്കുന്ന ഇതിനെയാണ് ആയുധം എന്ന് പറയുന്നത്. പക്ഷേ ചെമ്പ് കൊണ്ടുണ്ടാക്കുന്നതിനും ആയുധമെന്ന് പറയാം. കാരണം ചെമ്പിനും അയുസ് എന്ന് പേരുണ്ട്. അതിന് ശോണ അയുസ് എന്നും ഇരുമ്പിന് കൃഷ്ണ അയുസ് എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഇരുമ്പോ ചെമ്പോ കൊണ്ടുണ്ടാക്കുന്ന മുറിവേൽപ്പിക്കുന്ന വസ്തുക്കളെയാണ് ആയുധം എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ കരാട്ടയിൽ ഇവിടെ പേര് തന്നെ ഒഴിഞ്ഞ കൈ എന്നാണ്. അപ്പോൾ ആ കലയെ, ആ അഭ്യാസകലയെ ആയുധം എന്ന് പറയുന്നത് ശരിയാണോ? ചിന്തിച്ചു നോക്കുക. നമസ്കാരം.